നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? പതിറ്റാണ്ടുകളായി മനുഷ്യൻ സ്വയം ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒടുവിൽ ലോകശക്തിയായ അമേരിക്കയുടെ പക്കൽ ഉത്തരമുണ്ടാകുമോ? 2026 ഫെബ്രുവരി 19 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്യഗ്രഹ ജീവികളെയും അജ്ഞാത ആകാശ വസ്തുക്കളെയും സംബന്ധിച്ച എല്ലാ രഹസ്യ സർക്കാർ ഫയലുകളും പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ചതു മുതൽ ലോകം ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന ആകാംക്ഷയിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ മെയ് 8 പ്രസിഡൻഷ്യൽ അൺസീലിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ UAP എൻകൗണ്ടർ അഥവാ പെർസ്യൂ എന്ന് പേരിട്ടിരിക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിലൂടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആ ഫയലുകൾ പരസ്യപ്പെടുത്താൻ തുടങ്ങി. മെയ് 22 രണ്ടാം ഘട്ട ഡീക്ലാസിഫൈഡ് ഫയലുകളും എത്തി. 1940-കൾ മുതൽ സൈനിക പൈലറ്റുമാരും യുദ്ധക്കപ്പലുകളും നിരീക്ഷിച്ച 80ഓളം വർഷത്തെ വിവരങ്ങൾ അടങ്ങിയ 200-ലധികം ഫയലുകൾ, ഓഡിയോ റെക്കോർഡിങ്ങുകൾ, ചിത്രങ്ങൾ എന്നിവ ഇതിലുണ്ട്. 1960-കളിലെ ജെമിനി, അപ്പോളോ ചാന്ദ്ര ദൗത്യങ്ങളിൽ പങ്കെടുത്ത നാസ പൈലറ്റുമാരും ആസ്ട്രോനോട്ടുകളും തങ്ങളുടെ പേടകങ്ങൾക്ക് ചുറ്റും അസാധാരണമായ പ്രകാശകണങ്ങളും വസ്തുക്കളും കണ്ടതായി റിപ്പോർട്ട് ചെയ്ത നിർണായക ഓഡിയോ സംഭാഷണങ്ങളും ഇതിലൂടെ പുറത്തു വന്നു. പെന്റഗണിന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഇവയെല്ലാം നിലവിൽ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത അൺറിസോൾവ്ഡ് കേസുകളാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും സംഭവങ്ങളാണ് ഇന്ന് സത്യം പറയട്ടെ പരിശോധിക്കുന്നത്. പെർസ്യൂവിൽ പുറത്തു വന്നത് അന്യഗ്രഹ ജീവികളോ? നടന്ന ടിക്ടോക്ക് UAP സംഭവം UFO ചരിത്രത്തിലെ ഏറ്റവും വിശ്വസനീയവും ശാസ്ത്രജ്ഞരെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയതുമായ ഒന്നാണ്. അത്യാധുനിക സൈനിക റഡാറുകളും അനുഭവസമ്പന്നരായ പൈലറ്റുമാരുമാണ് ഈ സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ എന്നതാണ് ഇതിന്റെ വിശ്വാസ്യതയ്ക്കും പ്രചാരത്തിനും കാരണം. 2004 നവംബറിൽ കാലിഫോർണിയയിലെ സാന്റിയാഗോ തീരത്ത് US നാവികസേനയുടെ USS പ്രിൻസ്റ്റൺ എന്ന അത്യാധുനിക യുദ്ധക്കപ്പലിലെ റഡാറുകളിൽ 2 ആഴ്ചയോളം വിചിത്രമായ വസ്തുക്കൾ ദൃശ്യമായിരുന്നു. ഈ വസ്തുക്കൾ പെട്ടെന്ന് 80,000 അടി ഉയരത്തിൽ പ്രത്യക്ഷപ്പെടുകയും നിമിഷങ്ങൾക്കകം കടലിന് മുകളിൽ വെറും 50 അടി ഉയരത്തിലേക്ക് കുതിച്ചു താഴുകയും പിന്നീട് അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുകയും ചെയ്തു. റഡാറിൽ പ്രത്യക്ഷപ്പെട്ട ഈ വിചിത്ര വസ്തുക്കൾ എന്താണെന്ന് നേരിട്ട് പരിശോധിക്കാൻ കമാൻഡർ ഡേവിഡ് ഫ്രേവർ, ലഫ്റ്റനന്റ് കമാൻഡർ അലക്സിയ ഡീട്രിച്ച് എന്നിവരുടെ നേതൃത്വത്തിൽ 2 FA-18 സൂപ്പർ ഹോർനെറ്റ് യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടു. കടൽ ശാന്തമായിരുന്നിട്ടും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം വെള്ളം തിളച്ചു മറിയുന്നത് പൈലറ്റുമാർ ശ്രദ്ധിച്ചു. അതിന് തൊട്ടുമുകളിലായി 40 അടി നീളമുള്ള വെളുത്ത നിറത്തിലുള്ള കാണാൻ ടിക്ടാക് മിഠായിയുടെ ആകൃതിയുള്ള ഒരു വസ്തു വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. കമാൻഡർ ഫ്രേവർ തന്റെ വിമാനം ഈ വസ്തുവിനടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അത് പെട്ടെന്ന് വിമാനത്തിന്റെ ചലനങ്ങളോട് പ്രതികരിക്കാൻ തുടങ്ങി. തുടർന്ന് വിമാനത്തിന് കൈവരിക്കാൻ കഴിയാത്ത വേഗതയിൽ ടിക്ടാക് വസ്തു അപ്രത്യക്ഷമായി. സെക്കൻഡുകൾക്കകം 60 മൈൽ അകലെയുള്ള ക്യാപ് പോയിന്റ് എന്ന് വിളിക്കുന്ന പൈലറ്റുമാരുടെ രഹസ്യ ലക്ഷ്യസ്ഥാനത്ത് ഈ വസ്തു എത്തിയതായി കപ്പലിലെ റഡാറുകൾ കണ്ടെത്തി. പൈലറ്റുമാരുടെ യാത്രാപഥം മുൻകൂട്ടി മനസ്സിലാക്കിയതുപോലെയായിരുന്നു അത്. വർഷങ്ങളോളം രഹസ്യമായിരുന്ന ഈ വീഡിയോ 2017 ആദ്യമായി പുറത്തു വന്നത്. പിന്നീട് 2020 പെന്റഗൺ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അന്യഗ്രഹ ജീവികളുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ തെളിവുകളില്ലെങ്കിലും ഇത് എന്താണെന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഇന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കായിട്ടില്ല. ഇപ്പോഴും ഈ സംഭവത്തെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുവെന്നാണ് പെന്റഗൺ പറയുന്നത്. 2015 ജനുവരി 21 2 സംഭവങ്ങളാണ് അടുത്തത്. ഫ്ലോറിഡ തീരത്ത് നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുകയായിരുന്ന US നാവികസേനയുടെ FA-18F സൂപ്പർ ഹോർനെറ്റ് യുദ്ധവിമാനങ്ങളാണ് ഈ 2 ദൃശ്യങ്ങളും പകർത്തിയത്. ഇതിൽ ആദ്യത്തേത് ജിംബൽ വീഡിയോ എന്നറിയപ്പെടുന്നു. സൂപ്പർ ഹോർനെറ്റ് വിമാനത്തിന്റെ അടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക ഇൻഫ്രാറെഡ് ക്യാമറ സിസ്റ്റം ഒരു ജിംബൽ ട്രാക്കിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. വിമാനം ഏത് ദിശയിൽ തിരിഞ്ഞാലും ഈ ക്യാമറ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി ലോക്ക് ചെയ്ത് നിൽക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ വീഡിയോയിൽ വട്ടത്തിൽ പറക്കും തളികയുടെ ആകൃതിയിലുള്ള ഒരു വസ്തു ശക്തമായ കാറ്റിന്റെ ദിശയ്ക്ക് വിപരീതമായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കാണാം. പെട്ടെന്ന് അത് ആകാശത്ത് വെച്ച് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും ചെയ്യുന്നുണ്ട്. US നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തർക്കങ്ങൾക്ക് കാരണമായ ഈ സംഭവത്തിനെ പറ്റിയുള്ള പെന്റഗണിന്റെ ഔദ്യോഗിക അന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ യഥാർത്ഥത്തിൽ ഈ വസ്തു കറങ്ങിയിട്ടില്ല എന്നായിരുന്നു.
FA-18 യുദ്ധവിമാനത്തിലെ ഇൻഫ്രാറെഡ് ക്യാമറ ട്രാക്കിംഗ് സിസ്റ്റം അതിന്റെ കറക്കത്തിന്റെ പരിധിയിലെത്തിയപ്പോൾ ക്യാമറയുടെ ലെൻസ് മാട്രിക്സ് സ്വയം തിരിയുകയും അപ്പോൾ സ്ക്രീനിൽ ഉണ്ടായിരുന്ന വസ്തു കറങ്ങുന്നതായി തോന്നിച്ചതുമാണെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. എതിർദിശയിലേക്കുള്ള ശക്തമായ കാറ്റും അകലെയുള്ള മറ്റൊരു വിമാനത്തിന്റെ ജെറ്റ് എഞ്ചിനിൽ നിന്നുള്ള ശക്തമായ താപവികിരണവും ഒപ്പം ഫൈറ്റർ ജെറ്റിലെ ക്യാമറയുടെയും റഡാറിന്റെയും സാങ്കേതികമായ പ്രത്യേകതകളും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഒരു പെർഫെക്റ്റ് സെൻസർ മിറേജ് മാത്രമായിരുന്നു ജിംബൽ സംഭവം എന്ന നിഗമനത്തിലാണ് ഒടുവിൽ പെന്റഗൺ എത്തിയത്. അതേ ദിവസം തന്നെ പകർത്തപ്പെട്ട മറ്റൊരു ദൃശ്യമാണ് ഗോ ഫാസ്റ്റ്. കടൽ തീരത്തിന് തൊട്ടു മുകളിലൂടെ അതീവ വേഗതയിൽ ഒരു ചെറിയ വെളുത്ത വസ്തു പറന്നു പോകുന്നതാണ് ഇതിലുള്ളത്. ക്യാമറയിലെ സെൻസറുകൾ ഈ വസ്തുവിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കടലിന് തൊട്ടു മുകളിൽ കൂടി അസാധാരണമാം വിധം വേഗത്തിൽ സഞ്ചരിച്ച ഈ വസ്തുവിലേക്ക് ക്യാമറ ഏതാണ്ട് 22 സെക്കൻഡുകൾ ലോക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. അന്യഗ്രഹ ജീവി സിദ്ധാന്തങ്ങളിൽ വളരെ പ്രചാരം നേടിയ ഈ വീഡിയോ പക്ഷേ പിൽക്കാലത്ത് പെന്റഗണിന്റെ ഔദ്യോഗിക അന്വേഷണ വിഭാഗമായ ഓൾ ഡൊമെയിൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് കണ്ടെത്തിയിരുന്നു. ജിയോസ്പേഷ്യൽ ഇന്റലിജൻസും ട്രിഗണോമെട്രിക് വിശകലനങ്ങളും ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ ഈ വസ്തു കടലിന് തൊട്ടു മുകളിലൂടെയല്ല, മറിച്ച് ഏകദേശം 13,000 അടി ഉയരത്തിലാണ് പറന്നിരുന്നതെന്നും കണ്ടെത്തി. വിമാനത്തിലെ ക്യാമറ സമുദ്രത്തെ പശ്ചാത്തലമാക്കി ഈ വസ്തുവിനെ ട്രാക്ക് ചെയ്യാൻ അതിവേഗം പാൻ ചെയ്തപ്പോൾ ഉണ്ടായ പാരലാക്സ് ഇഫക്റ്റ് എന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണമാണ് വിമാനത്തിൽ നിന്നുള്ള കാഴ്ചയിൽ ഇതിന് അതിവേഗതയുള്ളതായി തോന്നിയതെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ദൃശ്യങ്ങളിലെ അവ്യക്തത കാരണം ആ വസ്തു കൃത്യമായി ഏതാണെന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും സാധാരണ സർവീസ് നടത്തുന്ന ഒരു പാസഞ്ചർ വിമാനമോ അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും സാധാരണ വസ്തുവോ ആകാനാണ് സാധ്യത എന്നാണ് പെന്റഗണിന്റെ ഔദ്യോഗിക പഠന റിപ്പോർട്ട് പറയുന്നത്. US പെന്റഗൺ പുറത്തുവിട്ട ഫയലുകളിൽ ഏറ്റവും ഒടുവിലായി ചർച്ചയായത് 2023 ഫെബ്രുവരി 11 ലേക്ക് ഹ്യൂറോൺ തടാകത്തിന് മുകളിൽ നടന്നതാണ്. അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിലുള്ള ഈ തടാകത്തിന് മുകളിൽ ഏകദേശം 20,000 അടി ഉയരത്തിലാണ് 8 വശങ്ങളുള്ള താഴേക്ക് ചരടുകൾ തൂങ്ങിക്കിടക്കുന്ന വിചിത്രമായ ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടത്. വ്യോമഗതാഗതത്തിന് ഭീഷണിയായ ഈ വസ്തുവിനെ ഉടൻ വെടിവെച്ചിടാൻ അന്നത്തെ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടു. തുടർന്ന് മിനസോട്ട എയർ നാഷണൽ ഗാർഡിന്റെ F-16 ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത് വെച്ച് ആ അജ്ഞാത വസ്തുവിനെ മിസൈൽ ഉപയോഗിച്ച് നശിപ്പിക്കുകയായിരുന്നു. ഇത്തവണ പെന്റഗൺ പുറത്തുവിട്ട പെർസ്യൂ ഫയലുകളിൽ ഈ സംഭവത്തിന്റെ വീഡിയോയും ഉൾപ്പെട്ടിട്ടുണ്ട്. F-16 വിമാനത്തിന്റെ ഇൻഫ്രാറെഡ് ക്യാമറ സെൻസറുകൾ ആ വസ്തുവിനെ ലോക്ക് ചെയ്യുന്നതും മിസൈൽ പതിക്കുന്ന നിമിഷം ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ അത് ചിതറിത്തെറിക്കുന്നതും വീഡിയോയിലുണ്ട്. എന്നാൽ ഈ ദൃശ്യത്തിന്റെ നിഗൂഢത കൂട്ടിക്കൊണ്ട് മിസൈൽ പതിക്കുന്നതിന് തൊട്ടു മുൻപ് ക്യാമറയുടെ ഒരു വശത്തായി അതിവേഗം ചലിക്കുന്ന ഒരു തിളങ്ങുന്ന പ്രകാശഗോളം പ്രത്യക്ഷപ്പെടുകയും തൊട്ടടുത്ത നിമിഷം അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും തകർന്നു വീണ വസ്തു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ അത്യാധുനിക വെതർ മോണിറ്ററിംഗ് ബലൂൺ ആയിരുന്നെന്ന് വ്യക്തമായെങ്കിലും ഇൻഫ്രാറെഡ് വീഡിയോയിൽ പതിഞ്ഞ പ്രകാശഗോളം എന്തായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. റഡാറുകളും ബഹിരാകാശ ടെലസ്കോപ്പുകളും വഴി സദാസമയവും പ്രപഞ്ചത്തിന്റെ കണ്ണെത്താവുന്ന ദൂരങ്ങളിലേക്കെല്ലാം കണ്ണും നട്ട് നോക്കിയിരുന്നിട്ടും കൃത്യമായ ഒരു അന്യഗ്രഹ സന്ദേശമോ അന്യഗ്രഹ ജീവികൾ ഉള്ളതിന്റെ തെളിവോ നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹത്തിലേക്ക് എത്താൻ വർഷങ്ങളെടുക്കും. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയ ദൂരം താണ്ടി അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിലെത്തുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ്. പക്ഷേ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുമ്പോൾ നമ്മളെക്കാളും വളരെ വികാസം പ്രാപിച്ച ഒരു നാഗരികത എവിടെയെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയെ ശാസ്ത്രം പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. എങ്കിലും പറക്കും തളികകൾ വഴി അവർ ഭൂമി സന്ദർശിക്കുന്നു എന്നതിന് ഇന്നും ശാസ്ത്രം അംഗീകരിച്ച യാതൊരുവിധ തെളിവും നമ്മുടെ പക്കലില്ല. ആകാശത്ത് കാണുന്ന ചില അജ്ഞാത പ്രതിഭാസങ്ങളല്ലാതെ. അതിൽ ഭൂരിഭാഗവും കാലാവസ്ഥാ ബലൂണുകളോ വാണിജ്യ ഡ്രോണുകളോ പക്ഷികളോ ആയി തള്ളിക്കളയാൻ പെന്റഗണിന് സാധിക്കാറുണ്ട്. എന്നാൽ US പ്രതിരോധ വകുപ്പിന്റെ UAP വിഭാഗം തലവന്മാർ US സെനറ്റിന് മുൻപിൽ ഔദ്യോഗികമായി ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. അവർ അന്വേഷിച്ച കേസുകളിൽ വളരെ ചെറിയൊരു ശതമാനം സംഭവങ്ങൾ ഇപ്പോഴും ട്രൂലി അനോമലസ് അഥവാ ശാസ്ത്രത്തിന് ഇന്നും ഒട്ടും പിടികിട്ടാത്ത അതീവ നിഗൂഢ പ്രതിഭാസങ്ങളായി തുടരുന്നു എന്നതാണത്. ഇതോടുകൂടി ഇന്നത്തെ സത്യം പറയട്ടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.